ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇപ്പം വക്കീൽ കുറച്ച് മുന്നേ സൂചിപ്പിച്ചു നമ്മുടെ വിലയേറിയ ഡോക്യുമെന്റ്സും അതുപോലെ സ്വർണവും പണവും ഉൾപ്പെടെയുള്ള പല വസ്തുക്കളും നമുക്ക് ഈ ഇങ്ങനെ ഒരു അഗ്നിബാധ വന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെടുകയാണ്. ഇതേമാതിരി തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം കഴിഞ്ഞ ദിവസം പത്രത്തിൽ കാണുകയുണ്ടായി, ഇപ്പം ഷാർജയിൽ ഇങ്ങനെ ഒരു അഗ്നിബാധ ഏറ്റ ഒരു ഫ്ലാറ്റിൽ ഒരു മലയാളിയുടെ ഫ്ലാറ്റിനകത്ത് തന്നെ ഒരു മോഷണം നടക്കുകയുണ്ടായി. ഈ അഗ്നിബാധ സംഭവിച്ച അതേ ഘട്ടത്തിൽ തന്നെ. അപ്പം ഇങ്ങനെ മോഷണം സംഭവിക്കുക, അതുപോലെ തന്നെ ഈ വിലയേറിയ ഡോക്യുമെന്റ്സ് നമുക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക്, ഏതെല്ലാം രീതിയിലാണ് നമുക്ക് ഇതിൽ നിന്നും ഒരു നിയമപരിരക്ഷ ലഭിക്കുന്നത്? ആദ്യമായി പറഞ്ഞോട്ടെ, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു സാധനം മോഷണം പോയി കഴിഞ്ഞാൽ നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടായിട്ടുള്ള ഒരു ബിൽഡിങ്ങിനകത്ത് ഒരു മോഷണം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. എന്താണ് മോഷണം പോയത്, എങ്ങനെയാണ് മോഷണം പോയത്, ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാനായിട്ട് മറ്റു മാർഗങ്ങളൊന്നുമില്ല. നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ വിലയേറിയ സാധനങ്ങൾ നമ്മൾ ഇൻഷുർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻഷുറൻസിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കാത്തതാണ്. ഇപ്പം ഇൻഷുറൻസ് കമ്പനിക്ക് പലതരത്തിലുള്ള ആളുകളും വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. LIC കാരനാണ്, അവനെ കണ്ട ഉടനെ വീട്ടിൽ നിന്ന് ഓടിപ്പോകും. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ വീട്ടിലൊരു വാഹനം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? ഒരു ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, അതൊക്കെ നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു കാറ് ഇൻഷുർ ചെയ്യുന്നത് 10 ലക്ഷം രൂപയ്ക്ക്, ഒരു ഇന്നോവ കാർ ഇൻഷുർ ചെയ്യുന്നത് 10 ലക്ഷം രൂപയ്ക്ക്, അതിൻ്റെ തുല്യമായ സംഖ്യയ്ക്കാണ് ഇൻഷുർ ചെയ്യുന്നത്. അപ്പോൾ ആ വാഹനത്തിന് എന്തെങ്കിലും സംഭവിച്ചു, അത് ടോട്ടൽ ലോസ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സംഖ്യ കിട്ടും അല്ലേ? പക്ഷേ നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിച്ച് നോക്കേണ്ടത്, നമ്മൾ എത്ര രൂപയ്ക്ക് ഇൻഷുർ ചെയ്തിട്ടുണ്ട്? ഇപ്പം ഞാൻ ഒരു മാസം ഇത്ര സംഖ്യ ഉണ്ടാക്കാം. ഒരു ഉദാഹരണത്തിന് എനിക്കൊരു മാസം 5000 ദിർഹംസ് ശമ്പളം കിട്ടുന്നു. അപ്പോൾ ഒരു വർഷം എനിക്ക് കിട്ടുന്ന സംഖ്യ എത്രയാണ്? 50ഉം 60,000 ദിർഹംസ് എനിക്ക് ശമ്പളം കിട്ടും അല്ലേ? 60,000 ദിർഹംസ് ശമ്പളം കിട്ടുന്ന എനിക്ക് ഞാൻ ഒരു ചുരുങ്ങിയതൊരു ഇനിയിപ്പോൾ ഒരു 10-15 കൊല്ലോടെ ജീവിക്കുന്നതായിരിക്കും. അപ്പോൾ ആ 15 കൊല്ലം ഞാൻ 60,000 ദിർഹംസ് വേണ്ട ഒരു 10,000 ദിർഹംസ് വെച്ച് കൂട്ടിക്കോളൂ ഒരു വർഷം ശമ്പളം കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ വന്നാലും എൻ്റെ ഒരു ലൈഫ് സ്പാൻ അനുസരിച്ചിട്ട് എനിക്കിനിപ്പോൾ ഏൺ ചെയ്യാൻ പറ്റാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചുരുങ്ങിയത് ഒരു 10 മില്യണോളം പൈസ എനിക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് എൻ്റെ മൊത്തത്തിലുള്ള എൻ്റെ വാല്യൂ, ഇനിയുള്ള വരാൻ പോകുന്ന വാല്യൂ. അപ്പോൾ ഈ 10 മില്യൺ എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഞാൻ എനിക്ക് പെട്ടെന്ന് മരണം സംഭവിക്കുകയാണെങ്കിൽ ഞാൻ എത്ര രൂപയ്ക്ക് ഇൻഷുർ ചെയ്യണം? സ്വാഭാവികമായിട്ടും ഞാൻ 10 മില്യൺ ഞാൻ ഇൻഷുർ ചെയ്യണം അല്ലേ? എന്നാലാണ് ഞാൻ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുടുംബത്തിന് 10 മില്യൺ കിട്ടുള്ളൂ. നിങ്ങളുടെ കാർ ഇൻഷുർ ചെയ്യുന്നത് 10 ലക്ഷം രൂപയ്ക്കാണ്. അത് കാർ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടണം എന്ന് വേണ്ടിയിട്ടാണോ നിങ്ങൾ കാർ ഇൻഷുർ ചെയ്യുന്നത്? അപ്പോൾ ഒരു വ്യക്തിയും അവൻ്റെ ലൈഫിന് ഇൻഷുർ ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് ഇൻഷുർ ചെയ്തിട്ടില്ല. അത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമ്മളെല്ലാ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നമാണത്. ഇപ്പോൾ യൂറോപ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഓരോ സാധനവും അവർ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ ഒരു സുഹൃത്ത് അവരുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോയപ്പോൾ അവർ പറയുന്നത് മൊബൈൽ ഫോൺ ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ആ മൊബൈൽ ഫോൺ അതിനുള്ള പൈസ തിരിച്ചു കിട്ടി. നമ്മളോട് ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ മൊബൈൽ ഫോൺ ഇൻഷുർ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നമ്മൾ ഒരിക്കലും, പ്രത്യേകിച്ച് മലയാളി സമൂഹം ഒരിക്കലും ഇൻഷുറൻസിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. കാരണം നമ്മൾ ആലോചിക്കുന്നത്, ഇപ്പോൾ ഏറ്റവും ഉദാഹരണം പറയാം, നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന സമയത്ത് ക്രെഡിറ്റ് ഷീൽഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിൽ നമുക്കിപ്പോൾ 10,000 രൂപയുടെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ 280 ദിർഹംസ് നമ്മൾ പ്രീമിയമായിട്ട് എല്ലാ മാസവും കൊടുക്കണം. എങ്കിലാണ് ക്രെഡിറ്റ് ഷീൽഡ് നമുക്ക് കിട്ടുള്ളൂ. പലരും അത് ഒഴിവാക്കി. കാരണം 280 ദിർഹംസ് അഡീഷണൽ ഞാൻ വേറെ കൊടുക്കണം. പിന്നീട് സംഭവിച്ചതാണ് റെസിഷൻ വന്നപ്പോൾ എല്ലാവരും ക്രെഡിറ്റ് ഷീൽഡിനെ കുറിച്ച് ചോദ്യം തുടങ്ങി എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇൻഷുറൻസ് അടച്ചു? പിന്നെ സാറേ അപ്പം തന്നെ ഇൻഷുറൻസ് അടച്ചിട്ടുണ്ട്. എത്ര രൂപ അടച്ചിട്ടുണ്ട്? 10 രൂപ. അത് ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന സമയത്ത് എടുക്കുന്ന ഒരു ചെറിയൊരു ഇൻഷുറൻസ്, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്രെഡിറ്റ് ഷീൽഡ് എന്ന് പറഞ്ഞിട്ട് അതിന് പ്രത്യേകമായിട്ടൊരു ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ അത് എടുത്തിട്ടില്ല. എന്നാൽ നിങ്ങൾ നോക്കുക, വിദേശികളായ എല്ലാ ആളുകളും അവർ ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ അവർ ക്രെഡിറ്റ് ഷീൽഡ് എടുക്കുമ്പോൾ ഇപ്പോൾ സംഭവിക്കുന്ന 200 ദിർഹംസിന് നഷ്ടമല്ല നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, മൊബൈൽ ഫോൺ ഇൻഷുർ ചെയ്യുന്നു, കാർ ഇൻഷുർ ചെയ്യുന്നു, വീട്ടിലെ പൂച്ചേനെ ഇൻഷുർ ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും വലിയ അതിശയം തോന്നും, അയ്യോ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പൂച്ചേനെ ഇൻഷുർ ചെയ്യേണ്ട കാര്യമുണ്ടോ? മോതിരം വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ മോതിരം ഇൻഷുർ ചെയ്യും. ഇപ്പോൾ ഡയമണ്ട് മോതിരാണെങ്കിൽ അത് പോയിട്ട് അവർ ഇൻഷുർ ചെയ്യും. കാരണം അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർക്കത് തിരിച്ചു കിട്ടും. അവർ വീട്ടിലെ സാധനങ്ങൾ ഇൻഷുർ ചെയ്യും. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, DVD പ്ലെയർ വരെ ഇൻഷുർ ചെയ്യുന്നുണ്ട് അവർ. ആ പ്രോപ്പർട്ടിക്ക് എന്ത് വിലയുണ്ടോ? ഇപ്പോൾ ഒരു ഉദാഹരണം, നിങ്ങളുടെ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന 3-4 ക്യാമറകൾ, അത് നിങ്ങളുടെ ഓണർമാരോട് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ആരും ഇൻഷുർ ചെയ്തിട്ടുണ്ടാവില്ല. അത് താഴെ വീണ് എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ നമുക്ക് അയ്യോ ഇത് ഇൻഷുർ ചെയ്തിരുന്നു. അപ്പോൾ ഇൻഷുർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ല ഇപ്പോൾ. അപ്പോൾ അതും ചെയ്യാൻ പറ്റും. ഓരോ സാധനങ്ങളും നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റും.
അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ്, ഞാൻ പറയുന്നത് നമ്മുടെ നെഗ്ലിജൻസാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കാറിൽ നമ്മൾ സഞ്ചരിക്കുന്നു, നമ്മുടെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കാറിന് അപകടം പറ്റുന്നു. കാറിൽ നമ്മുടെ ലാപ്ടോപ്പ് ഉണ്ട്, കാറിന് അപകടം പറ്റി നമുക്ക് പൈസ കിട്ടി, പക്ഷെ നമ്മുടെ ലാപ്ടോപ്പിന് എന്ത് സംഭവിച്ചു? അപ്പോൾ ഇതൊന്നും നമ്മൾ ബോധവാന്മാരല്ല. ഞാൻ ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു പ്രചാരകനൊന്നുമല്ല, ചിന്തിക്കാത്തത് കൊണ്ടല്ല. നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും നമ്മുടെ സാമ്പത്തിക ബെനിഫിറ്റാണ്. താൽക്കാലികമായിട്ടുള്ള സാമ്പത്തിക ബെനിഫിറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് മലയാളി ചിന്തിക്കാറുള്ളൂ. കാരണം അവൻ എപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. കാരണം എനിക്കിപ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുത്ത് ഞാൻ പലരോടും പറയുന്നത്, ഇപ്പോൾ ആ വിഷയത്തിലേക്ക് കടക്കുന്ന കൂടുതൽ ഞാൻ പറഞ്ഞത് മാത്രം, ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെപ്പോഴും ഈ മറ്റേ നമ്മുടെ ഡ്യൂട്ടി ഫ്രീയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നല്ല രസമാണ് അത്. നോർമൽ മിഡിൽ ക്ലാസ്സിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ വന്ന് 3 കുപ്പി, പിന്നെ കുറേ മിഠായി, പിന്നെ സിഗരറ്റ് 4-5 പാക്കറ്റ് ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവസാനം ക്രെഡിറ്റ് കാർഡ് കൊടുക്കും. അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യല്ലേ, പൈസ ഒക്കെ കിട്ടി അവൻ അങ്ങ് ലാവിഷായിട്ട് നാട്ടിൽ ചെന്നിറങ്ങുന്നു. എല്ലാവർക്കും സിഗരറ്റ്, എല്ലാവർക്കും ബോട്ടിൽസ്, എല്ലാവർക്കും മിഠായി, കുട്ടികൾക്ക് എല്ലാവർക്കും 1 മിഠായി പറയുമ്പോൾ 5 മിഠായി കൊടുക്കും, ഒക്കെ കൊടുക്കും. പിന്നീട് അവൻ എന്തെങ്കിലും ബൈക്ക് യാത്ര ചെയ്തൊരു വല്ല കടയിൽ പോയിട്ട് സാധനം വാങ്ങിച്ചു വരുമ്പോൾ ബൈക്കിൽ നിന്ന് വീണു, കാലൊടിഞ്ഞു, വരാൻ പറ്റാതെയായി. ഇവിടെ വരുമ്പോഴേക്കും ക്രെഡിറ്റ് കാർഡ് 4 പ്രാവശ്യം വിളിച്ചു, മൊബൈൽ സ്വിച്ച് ഓഫ്. 5ാമത്തെ പ്രാവശ്യം കേസ് കൊടുത്തു. തിരിച്ച് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ ഉടനെ പിടിച്ച് അകത്ത് കൊണ്ടുപോയി. പിന്നെ പലിശയുടെ മുകളിൽ പലിശയായി. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആർക്കും പിന്നെ അവിടെ നാട്ടുകാർക്ക് പിന്നെ ചിന്തയൊന്നുമില്ലല്ലോ. നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ ഗൾഫുകാരനായി. ഇവിടെ എങ്ങനെയാണെന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല, നമ്മുടെ ആളുകളൊന്നും ചിന്തിക്കുന്നില്ല. നമുക്ക് അപ്പോഴത്തെ ആവശ്യം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഞാൻ നാട്ടിൽ ചെന്നിറങ്ങുമ്പോൾ പെട്ടിയിൽ കനുള്ള കുറേ സാധനം വേണം. സത്യം, ഞാനിപ്പോൾ മാസത്തിൽ നാട്ടിൽ പോകുന്ന ആളാണ്. എങ്കിൽ കൂടി എൻ്റെ 3 കുട്ടികൾ അവരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഉടനെ എൻ്റെ പെട്ടി തുറക്കുന്ന വേണ്ടി കാത്തിരിക്കും. കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞു, അവർക്ക് ബോധമില്ല, അവർക്ക് അറിയില്ല എന്ന് വയ്ക്കാം. പക്ഷേ ഇതാണ് നമ്മുടെ വീട്ടിൽ മുതിർന്നവരും ചെയ്യുന്നത്. എന്താ എനിക്ക് കൊണ്ടുവന്നത്? എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? സോപ്പ് കൊണ്ടുവന്നില്ലേ? അയ്യോ, നിൻ്റെ അടുത്ത് ഞാൻ മിണ്ടില്ല. അങ്ങനെയൊക്കെ പറയും അവർ. സോപ്പ് കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് മിണ്ടില്ല, അല്ലെങ്കിൽ സ്പ്രേ കൊണ്ടുവന്നില്ലെങ്കിൽ മിണ്ടില്ല. ഇത് എല്ലാ മാസം പോകുന്നതാ. ഇനി മാസം പോകുന്ന അല്ലാത്ത ആൾക്കാരാണ് ശരി, നമുക്ക് കിട്ടുന്ന ശമ്പളത്തിനനുസരിച്ചുള്ള സാധനങ്ങളല്ലേ നമ്മൾ അവിടെ കൊണ്ടുപോകേണ്ട കാര്യമുള്ളൂ. ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ പോക്കറ്റിലെ പൈസ നിങ്ങൾ ഉപയോഗിക്കുക, എന്നിട്ട് നിങ്ങൾ എനിക്ക് പലിശ തരുന്നു. ഇതാണ് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? പലിശയ്ക്ക് വാങ്ങിയ പൈസ നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് കള്ളുപിടിച്ച് കളയില്ലല്ലോ. പലിശയ്ക്ക് വാങ്ങിയ പൈസ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അത് വളരെ ആവശ്യത്തിന്. ഇപ്പം ടിക്കറ്റ് എടുക്കാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം, അത് അപ്പം തന്നെ തിരിച്ചടയ്ക്കുക. എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നോക്കുക. അപ്പോൾ അത് തന്നെ നമുക്ക് ഇൻഷുറൻസിലേക്ക് കടന്നു വരാം. ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ താൽക്കാലികമായിട്ടുള്ള ലാഭം നോക്കും. ആ താൽക്കാലികമായിട്ടുള്ള ലാഭം നോക്കുമ്പോൾ നമുക്ക് ശാശ്വതമായിട്ടുള്ള നഷ്ടം വരാനാണ് പോകുന്നത്. അത് നമ്മൾ എടുക്കാറില്ല ഒരിക്കലും. ഇപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായ സ്ഥിതിക്ക്, തീപിടുത്തം ഉണ്ടായ ബിൽഡിങ്ങിൽ ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 50 വീടുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ 1-2 വീട്ടിലെ ആളുകൾ മാത്രമേ ഇൻഷുർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അവർക്കും എന്തെങ്കിലും പേരുകൾ യൂറോപ്പിലുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവരത് ഇൻഷുർ ചെയ്തിട്ടുണ്ടാവുക. അതല്ല നമ്മുടെ മലയാളികളൊന്നും സ്വാഭാവികമായിട്ട് ഇൻഷുർ ചെയ്യാൻ തയ്യാറില്ല. ഇപ്പോൾ ഈവൻ എൻ്റെ വീട്ടിൽ പോലും എൻ്റെ വീട്ടിൽ ഈ അടുത്തൊരു ജനറേറ്റർ വാങ്ങി നാട്ടിൽ വലുത്. അപ്പോൾ വാങ്ങിയ സമയത്ത് അതിൻ്റെ ജനറേറ്റർ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തത് കിർലോസ്കർ കമ്പനിക്കാരാണ്. അപ്പോൾ അവരൊന്ന് ഫിറ്റ് ചെയ്തിട്ട് അവരെൻ്റെ അടുത്ത് ചോദിച്ചു, സർ ആർ യു നോട്ട് ഇൻഷുറിങ് ദിസ് തിങ് എന്ന് ചോദിച്ചിട്ടത്. ഞാൻ പറഞ്ഞാൽ ഇൻഷുറൻസ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ അതെന്താ ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ലാത്തത്? ഇതിലിപ്പോൾ നമുക്ക് ലൈറ്റനിങ് ഉണ്ടായിട്ട് അത് നഷ്ടപ്പെട്ടു പോവാം. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. കറണ്ട് പോയ ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും. ആ സമയത്ത് ചിലപ്പോൾ അതിനകത്ത് റേഡിയേറ്ററിനകത്ത് വാട്ടർ ഉണ്ടെങ്കിൽ അത് എഞ്ചിൻ തന്നെ പോവാം. നിങ്ങൾ ഇൻഷുർ ചെയ്യുന്നത് നല്ലതാണ്. സാധനം 5 ലക്ഷം രൂപയുടെ സാധനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇനിയിപ്പോൾ ഞാൻ വീണ്ടും ഇൻഷുർ ചെയ്യണോ? മാസം 600 രൂപ 650 രൂപ കണ്ടാണ് ഒരു ഇൻഷുറൻസ്. അത് അവർ തന്നെ കമ്പനിക്കാരുടെ ഇൻഷുറൻസ് തന്നെയാണ്. പിന്നീട് ഞാൻ എന്തോ മനസ്സോടെ ഞാനത് ഇൻഷുർ ചെയ്തു. ഈ പറഞ്ഞതുപോലെ തന്നെ 3ാമത്തെ മാസം ഇതിൻ്റെ എൻജിൻ സ്റ്റക്കായി. കാരണം വീട്ടിൽ യൂസ് ചെയ്യുന്നതാണ്, അവർ ശ്രദ്ധിച്ചില്ല വെള്ളം. പക്ഷെ അവർ വന്നത് അതേ ആൾ തന്നെയാണ് വന്നത്, മെക്കാനിക്കിൻ്റെ ഒപ്പം വന്നു, അത് ശരിയാക്കി. ഒരു പൈസ പോലും നഷ്ടം വന്നില്ല. അപ്പോഴാണ് ഞാൻ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ നമ്മൾ മനസ്സിലാക്കുള്ളൂ. ചിലത് നമുക്ക് ഞാനിപ്പോൾ ഈ പറയുന്നതുകൊണ്ട്, നമ്മൾ ഈ TV-യിൽ ഇത് പറയുന്നതുകൊണ്ടോ ചിലപ്പോൾ വല്ല ആളുകളും കേൾക്കുകയാണെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും അവരെ കാർ ഇൻഷുർ ചെയ്യുന്നതോടൊപ്പം തന്നെ അവരെ വിലപിടിപ്പുള്ള കാറിനേക്കാൾ വിലയുള്ള സാധനങ്ങളുണ്ടാവും. നമ്മുടെ വീട്ടിൽ നമ്മുടെ കാറിനേക്കാൾ വിലയുള്ള സാധനങ്ങളുണ്ടാവും. നമ്മളത് ശ്രദ്ധിക്കില്ല. നമുക്കിപ്പോൾ ആകെ കൂടി അറിയാവുന്നത് വാഹനം വാങ്ങിയാൽ ഉടൻ ഇൻഷുർ ചെയ്യണം. അത് ലൈഫ് ഇൻഷുറൻസ് 15 കൊല്ലത്തേക്ക് അടയ്ക്കണം. ഇത്ര മാത്രമേ നമുക്കറിയുള്ളൂ. വേറെ എന്ത്? പിന്നെ ഏറെ ഒന്നാൽ നമ്മുടെ വീട്ടിൽ അപ്പുറത്തെ LIC-കാരി വന്നു കഴിഞ്ഞാൽ, അല്ല LIC-കാരൻ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ പോളിസി എടുക്കണം. ഏറ്റവും മിനിമം പോളിസി എത്രയാണോ അത് നമ്മൾ എടുക്കും. അപ്പോൾ നമ്മുടെ ലൈഫിന്, നമ്മുടെ ശരീരത്തിന് നമ്മൾ ഇൻഷുർ ചെയ്യാതെ നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ച് കാറിന് നമ്മൾ ഇൻഷുർ ചെയ്ത് നടക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ ഇൻഷുറൻസിന് നമ്മൾ പ്രാധാന്യം മനസ്സിലാക്കണം. ഇൻഷുറൻസിന് നമ്മൾ വില കൽപ്പിക്കണം. അല്ലാതെ ഞാൻ പറയുന്നത് പലപ്പോഴും പറയും, ഇവിടെ പലരും ഇൻഷുറൻസ് ചേരുന്നുണ്ട്. പല അമേരിക്കൻ കമ്പനികളും ഡോളറിൽ ഇൻഷുറൻസ് ചേരുന്നുണ്ട്. ഞാൻ പറയുന്നത് അതൊന്നും നിൽക്കാതെ
നമ്മുടെ നാട്ടിൽ പോയ LICക്കാർ നല്ല നല്ല പോളിസി ഉണ്ട്. LIC ഗവൺമെന്റിന്റെയാണ്, അവിടെ അത് നഷ്ടം സംഭവിക്കില്ല. ഇവിടെ $600 മാസം, അങ്ങനെ 5 കൊല്ലം അടച്ചു കഴിഞ്ഞാൽ ഈ അടച്ച പൈസയുടെ 4 ഇരട്ടി കമ്പനി തരും. അമേരിക്കൻ കമ്പനിയാണ്, ഭയങ്കര പേര് കേട്ട കമ്പനികളൊക്കെ. സംഭവമൊക്കെ ശരിയാണ്. 2ാമത്തെ വർഷം ജോലി പോയി, നാട്ടിൽ പോയി, ഇവിടെ വിളിച്ചു ചോദിച്ചു എങ്ങനെയാ $600 തുല്യമായ സംഖ്യ അവിടെ നാട്ടിൽ 10-15,000 രൂപയോളം വരുന്നത് എത്ര കണക്കാക്കുക, അത്രയും സംഖ്യ അവിടെ അടയ്ക്കണം. അവിടെ ചെന്ന് കൂലിപ്പണിക്ക് പോയാൽ കിട്ടില്ല പൈസ. അത്ര ബുദ്ധിമുട്ടിൽ അവിടെ നിൽക്കുമ്പോഴാണ് നമ്മളിവിടെ $600 ഇൻഷുറൻസ് മാനേജ് ചെയ്ത് പോകണം. ഇവിടെ വിളിച്ചു വെച്ചാൽ 3 കൊല്ലത്തേക്ക് ലോക്കിംഗ് പീരീഡാ, അത് മുഴുവൻ അടച്ചില്ലെങ്കിൽ ഈ അടച്ച പൈസ മുഴുവൻ പോയി. ഇവിടെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഇൻഷുറൻസ് ചെയ്യുമ്പോൾ നാട്ടിൽ നമുക്ക് LIC ഉണ്ട്, നാട്ടിൽ പോയാലും നമുക്ക് ഇന്ത്യൻ രൂപ കൊടുത്താലും അവരത് അക്സെപ്റ്റ് ചെയ്യും, ഡോളർ വേണമെന്നില്ല. അപ്പോൾ ഇവിടെ അതുകൂടി ചെയ്ത്, അപ്പോൾ നമ്മൾ അങ്ങനെ ആലോചിച്ച് നമുക്ക് എത്ര, ഇന്നിപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ മരിച്ചുപോയി, ഇന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപ കിട്ടും? ഇത് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചതാ, ഒരാൾ വളരെ വ്യക്തമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ അപ്പോഴാണ് ആലോചിച്ചത്, ശരിയല്ലേ, ഞാൻ മരിച്ചു പോയാൽ എൻ്റെ കുടുംബത്തിന് എത്ര പൈസ കിട്ടും? ഒന്നും കിട്ടില്ല. ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപയാണ് അവർക്ക് ഞാൻ മരിച്ചു പോയി കിട്ടാൻ പോകുന്നത് എൻ്റെ കുടുംബത്തിന്. 3 കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, കുടുംബം നോക്കണം, വീട് പെയിൻ്റ് അടിക്കാൻ പോലും പൈസ കഴിയില്ല ഒരു കൊല്ലത്തേക്ക്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഫുള്ളായിട്ട് ഇൻഷുർ ചെയ്യുക. ഇപ്പോൾ ഈ തീപിടുത്തം പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വസ്തുക്കൾ നമ്മൾ ഇൻഷുർ ചെയ്തില്ലെങ്കിൽ അതിന് പൈസ നമുക്ക് കിട്ടില്ല. ബിൽഡിങ്ങിന് പൈസ കിട്ടുമായിരിക്കും, അതിൽ നിന്നൊരു വിഹിതം ബിൽഡിങ്ങിന് ഓണർ തന്നാലായി, അത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വാലിഡായിട്ട് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പൈസ എല്ലാം കിട്ടും. ഇൻഷുർ ചെയ്യണം. ഏത് ചെറിയ സാധനമാണെങ്കിൽ നമ്മൾ ഇൻഷുർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഉചിതം എന്നാണ് വക്കീൽ പറഞ്ഞത്. ഉചിതം എന്ന് ഞാൻ പറയും, നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ സുഹൃത്തിന്റെ മൊബൈൽ ഫോൺ താഴെ വീണ് പൊട്ടിപ്പോയി. അവൻ പറഞ്ഞു ഞാൻ കമ്പനിയിലേക്ക് പോവാ, ഇൻഷുറൻസ് കമ്പനിയിലേക്ക് പോവാന്ന് പറഞ്ഞു. ഞാനത് പോയി അത് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വളരെ അത്ഭുതത്തോട് കൂടിയിട്ടാണ് അതിനെക്കുറിച്ച് കേട്ടുകൊണ്ടിരുന്നത്. ഒരു മൊബൈൽ ഫോൺ, അതും സാംസങ് മോട്ടോറോളയുടെ ഒരു മൊബൈൽ ഫോൺ. അപ്പോൾ അതിന് കിട്ടാകുമ്പോൾ ആ സാധനം വരെ അവർ ഇൻഷുർ ചെയ്തു എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു പ്രവണത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധനം കൊടുക്കുമ്പോൾ അവർ ചോദിക്കും, യു വാണ്ട് ഇൻഷുർ ദിസ് തിങ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് അതിനുള്ള പേയ്മെന്റ് ഇൻഷുറൻസിന് പൈസ അടച്ചു കഴിഞ്ഞാൽ അത് ആ സാധനം ഇൻഷുറൻസ് കവറേജിൽ വന്നു, അതിന്റെ റെസിപ്റ്റ് നമുക്ക് കിട്ടും. ഇവിടെ അത് ചോദിക്കുന്നില്ല. ഇവിടെ ഒരു സാധനം, ഇപ്പോൾ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു പാനസോണിക് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയപ്പോൾ അവരെന്ത് ചോദിച്ചു, ഇൻഷുർ ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ഫസ്റ്റ് ടൈം പ്ലഗിൻസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണ്. അപ്പോൾ വാങ്ങിക്കണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇൻഷുർ ചെയ്യണമെന്ന് പറഞ്ഞു. 125 രൂപയാണ്ടുള്ളൂ അതിന് ഇൻഷുർ ചെയ്യാനായിട്ട് ഒരു വർഷത്തേക്ക്. ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ശരിയല്ലേ, അത് ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ നമ്മളത് യൂസ് ചെയ്ത് ഫുൾ ഓട്ടോമാറ്റിക്കാണ്, ഏതെങ്കിലും സ്വിച്ചൊക്കെ പിടിച്ചാൽ മർത്തി അത് കേട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരതൊന്ന് ഇൻഷുർ ചെയ്ത് അവരുടെ ഇൻഷുറൻസിൽ കവറേജ് വരും. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ സേഫ്റ്റിക്കും നമ്മുടെ വീട്ടിലുള്ള ഒബ്ജക്ട്സിന്റെ സേഫ്റ്റിക്കും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. വരും എപ്പിസോഡുകളിൽ നമുക്കത് ചർച്ച ചെയ്യാം. വക്കീലിന് നന്ദി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിയമ സംശയങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0653555563. ഞങ്ങളുടെ ഇമെയിൽ ID programs@ntvua.com. നന്ദി.